ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഗുരുവായൂർ അമ്പലനട ഇന്ന് സാക്ഷ്യം വഹിച്ചത് കല്യാണ മഹാമഹത്തിനാണ്. 350 കല്യാണങ്ങളാണ് ഇന്ന് മാത്രം നടന്നത്. പുലർച്ചെ 4 മണി മുതൽ 6 മണ്ഡപങ്ങളിലായി താലികെട്ട് നടന്നു. 2017 277 വിവാഹങ്ങൾ എന്ന റെക്കോർഡാണ് ഇന്നത്തെ ദിവസം മറികടന്നത്. നമ്മുടെ അഞ്ജലി ശ്രീധരാജ് കൊച്ചിയിൽ നിന്ന് ഗുരുവായൂർ പോയി ഈ കല്യാണമെല്ലാം കൂടിയിട്ടുണ്ട്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ കല്യാണം കൂടിയ ഒരാളെന്ന നിലയിൽ നമ്മുടെ റിപ്പോർട്ടർ കുടുംബത്തിൽ ഇപ്പോൾ അഞ്ജലി വളരെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കപ്പോൾ ആ കല്യാണ കച്ചേരിയിലേക്ക്, മഹാമാംഗല്യത്തിലേക്ക് പോകാം. വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടന്നത്. ചരിത്ര നിമിഷമാണ്. ഇതിനു മുമ്പ് 2017 ഓഗസ്റ്റ് 26 277 വിവാഹങ്ങൾ ഈ ക്ഷേത്ര നടയിൽ വെച്ച് നടന്നത്. ആ റെക്കോർഡാണ് ഇന്ന് ഭേദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്ന് വിവാഹിതരായ 2 ദമ്പതികളുണ്ട്. എന്താ പേരുണ്ട്? കാർത്തിക, കൃഷ്ണപ്രസാദ്. വീട് എവിടെയാ? ഒറ്റപ്പാലം. അപ്പൊ നിങ്ങൾ അറിയുമായിരുന്നോ ഇങ്ങനെ ഒരു ദിവസം ഇത്രയും വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്? ആ ദിവസം നിങ്ങളുടെ വിവാഹം ഉണ്ട്? ഇല്ല, ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. നല്ല മുഹൂർത്തമാണെന്ന് ഞങ്ങൾ മുഹൂർത്തം കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും വിവാഹ മുഹൂർത്തങ്ങൾ വന്നു എന്നുള്ളത് അതാണ് അറിയുന്നത്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തണം നിങ്ങൾ ആഗ്രഹമായിരുന്നു? അതെ, ചെറുപ്പം മുതലേ ആഗ്രഹമായിരുന്നു. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രണയവിവാഹമാണ്. അതുകൊണ്ട് ആഗ്രഹിച്ചൊരു നിമിഷമായിരുന്നു ഇന്ന് സഫലമായത്. ഇത്തരത്തിൽ 350 വിവാഹങ്ങളാണ് ഈ ക്ഷേത്ര നടയിൽ ഇന്ന് നടന്നത്. ഈ കാണുന്ന 6 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങൾ നടന്നത്. സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 5 മണിക്കാണ് വിവാഹങ്ങൾ ആരംഭിക്കുക. ഇത്തവണ 4 മണിക്ക് തന്നെ തുടങ്ങി. എങ്ങനെയായിരുന്നു നിങ്ങൾ ഇത്തരത്തിൽ 350 വിവാഹങ്ങളാണ് യാതൊരുവിധ തിരക്കോ ഒരു പ്രശ്നവുമില്ലാതെ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്? എന്താണ് തോന്നുന്നത്? വളരെ നല്ല രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായി തീർന്നു. ഇതിനു മുമ്പ് വിവാഹങ്ങൾ നടന്നപ്പോൾ എങ്ങനെയായിരുന്നു? വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും വിവാഹങ്ങൾ ഇങ്ങനെ നടത്താൻ പറ്റൂലേ? നടത്തിയായിരുന്നു. 277 കല്യാണം നടത്തിയായിരുന്നു. അന്നും ഇതുപോലെ കൺട്രോൾ ചെയ്ത് ലൈനിട്ട ആൾക്കാരെ സൈഡിൽ കൂടെ വിട്ടിട്ട് അത് ഇതുപോലെ സെറ്റപ്പ് ചെയ്താണ് അന്ന് നടന്നത് കല്യാണം. അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണവും ഇവിടെ ഇത്തരത്തിൽ കിഴക്കേ നട പൂർണ്ണമായും അടച്ച് ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിർത്തലാക്കി പടിഞ്ഞാറ് ഭാഗത്തൂടെയാണ് ദമ്പതികളെ എത്തിച്ചുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, കോയമ്പത്തൂരാണ്. സോ കാണുമ്പോൾ രാവിലെ പറഞ്ഞിരുന്നു 354 മാരേജിന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ നൈസ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ അല്ലേ. സോ ഗുഡ്. വലിയ ചരിത്ര നേട്ടമാണ് ഗുരുവായൂർ അമ്പലത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. 350 വിവാഹങ്ങൾ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഏകദേശം ഒരു മണ്ഡപത്തിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് എല്ലാവിധ ചടങ്ങുകളും പൂർത്തീകരിച്ച് ഭഗവാനെ തൊഴുതുകൊണ്ട് അവർക്ക് മടങ്ങാൻ കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീധരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.